കാഞ്ചാർ വെള്ളിലാങ്കണ്ട മൂലിക്കൽ കളരി സംഘത്തിന്റെ 36ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ആയോധന കലയുടെ വിവിധ പ്രദർശനങ്ങൾ നടന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ പാദമുദ്രകൾ പതിഞ്ഞ വെള്ളിലാങ്കണ്ടത്തിന്റെ മണ്ണിനെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിൽ ഓലിക്കൽ കളരി സംഘം പ്രത്യേക പങ്കുവഹിച്ചിരുന്നു. ഓലപ്പുരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച സംഘം ഇന്ന് ഇടുക്കി ജില്ലയുടെ തന്നെ തിലകക്കുറിയാണ്. 1990-കൾ മുതൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾ കളരി അഭ്യസിച്ചു വരുന്നു. OK ജഗദീഷ് ആശാന്റെ കീഴിൽ ഇപ്പോൾ 1000-ഓളം ശിഷ്യന്മാരുണ്ട്. ഇവരിൽ പലരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കളരി കേന്ദ്രങ്ങൾ നടത്തുന്നുമുണ്ട്. ഇടുക്കിയുടെ ചരിത്രത്തോടൊപ്പം വളർന്നുവന്ന ഓലിക്കൽ കളരി സംഘത്തിന്റെ 36ാമത് വാർഷികമാണ് നടന്നത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. നമ്മുടെ ഈ ഗ്രാമത്തിന്റെ തന്നെ ഉത്സവമായി മാറിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ 36ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ ജനങ്ങളുടെ സഹകരണം കണ്ടാൽ അറിയാം. ഇല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ശിഷ്യഗണങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവരെല്ലാം ഈ സംഘത്തിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, ഈ നാടിനു വേണ്ടി എത്ര നന്മകൾ ചെയ്യുന്നു എന്നൊക്കെ. കോവിഡ് കാലഘട്ടം ഒഴിച്ചാൽ എല്ലാ വർഷവും പതിവ് തെറ്റാതെ നാടിന്റെ ആഘോഷമായി കളരി സംഘത്തിന്റെ വാർഷികം സംഘടിപ്പിക്കാറുണ്ട്. വാർഷികത്തോടനുബന്ധിച്ച് കളരി അഭ്യാസങ്ങളും പ്രദർശിപ്പിച്ചു. കൈപ്പോരിൽ നിന്നുള്ള വിവിധ ഫൈറ്റ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് കരിമരുന്ന് കലാപ്രകടനം, സ്നേഹവിരുന്ന് എന്നിവയും ക്രമീകരിച്ചിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ, ജെയിംസ് തേക്കൊമ്പേൽ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ജോർജ് ജോസഫ് പടവൻ, KC സിനീഷ് കുമാർ, മാത്യു ജോർജ്, VR ശശി തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു.